നമസ്കാരം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. വളരെ സന്തോഷം. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ വേദിയിൽ വന്നത്. വളരെ എക്സൈറ്റഡ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇതൊരു ടേണിംഗ് പോയിന്റ് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആകട്ടെ, ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഓക്കെ. എവിടെയാണ് സ്ഥലം? എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. ഓക്കെ, അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ശക്തനായ ഒരു നേതാവാണ് പൂഞ്ഞാറാശാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ PC ജോർജ് സാറ്. ഓക്കെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസം നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ. അതിനെ ആശംസകളുമായിട്ട് വന്നെത്തുന്ന പുള്ളിക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള കുറച്ച് ആൾക്കാരും ഒക്കെ ഇവിടെ എത്തുകയാണ്. അതാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഓക്കെ, ഫൈൻ. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട് കേട്ടോ. അല്ല, ഞാൻ നസീറിനെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നുക. കൂട്ടത്തിൽ ആ പെങ്കച്ചു ഈ നാദിർഷയുടെ പുതിയ പടത്തിൽ ചെറിയൊരു പാട്ട് സീനേ ഉള്ളെങ്കിലും പൊളിച്ചു കേട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാ, മനസ്സിലായില്ലേ? അപ്പം ആ ഒരാളിൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് കഴിഞ്ഞ മെയ് മാസം 2-ാം തീയതി നമ്മുടെ നിയമസഭാ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്, മനസ്സിലാക്കിക്കോളും. അപ്പം ആ സമയത്ത് ഉച്ചവരെ നല്ല പ്രതീക്ഷയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ കൈവിട്ടു പോയിട്ട് 4-4:30 ഇപ്പം എൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി വരികയാണ്. അപ്പം ആ സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുതനാ എന്നെ വിളിക്കുക, ജോഷി ചങ്ങനാശ്ശേരി, അവൻ്റെ പേരിയ മറക്കുകയില്ല. അവൻ എന്നെ വിളിച്ചിട്ട് പറയുക, എൻ്റെ നാളെ എൻ്റെ ബർത്ത്ഡേയാ, അവരൊരു ആശംസ പറഞ്ഞു കൊടുക്കുക. വിളിച്ച തെറിയ അവരെയൊക്കെ പറയണ്ട, മനസ്സിലായില്ല? ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞ മോനെ നിനക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞ് എൻ്റെ രാത്രി അയച്ചു കൊടുത്തു. കാരണം എന്നെ വിശ്വസിച്ച് വിളിച്ചവരാവൻ, മനസ്സിലായില്ലേ? ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചതാ, ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ അല്ല ഇത്തവണത്തെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് പേരോട് അത് വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ വരിക. വന്നിട്ടുള്ള ആളെന്ന് പറഞ്ഞാലേ നമ്മുടെ കേരളത്തിൻ്റെ കിഫ്ബി എന്നറിയപ്പെടുന്ന ആളാണ്, മനസ്സിലായില്ലേ? തോമസ് ഐസക്. അദ്ദേഹത്തെ ആദരവോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദരണീയനായ PC ജോർജിന് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. നമുക്ക് 14 ജില്ലകളിലായിട്ട് 140 MLA-മാരുണ്ട്. ഈ 140 MLA-മാരിൽ ഇരട്ടിയായി തോറ്റുപോയവരില്ലേ? ആ കൂട്ടത്തിൽ ആരെങ്കിലും പിന്നെ നമ്മളെ കണ്ടിട്ടുണ്ടോ? ആ കൂട്ടത്തിൽ വ്യത്യസ്തനാണ് PC ജോർജ്. എന്നും എപ്പോഴും ജനങ്ങളോടൊപ്പമുണ്ട്. ആ വലിയ മനസ്സിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ജോർജുമായിട്ട് വളരെയധികം ബന്ധമുള്ളയാളാണ്. ജോർജിനെ കുറിച്ച് പറയുമ്പോൾ പുലി എണ്ണ തേക്കുന്നത് കുളിക്കാനല്ല, ജിമ്മിന് പോകാനാണ് എന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങളെ മാറ്റിക്കൊണ്ടുപോകുന്നയാളാണ് ജോർജ്. ജോർജ് സഭയിലില്ല എന്നോർത്ത് ആരും സന്തോഷിക്കേണ്ട. ഒരു വരവ് വരും, അത് 5 വർഷം കഴിഞ്ഞ് വരുമ്പോൾ പൂർവാധികം ശക്തിയോടെ വന്ന് തിരിച്ചടിക്കും. അതിനുള്ള ആത്മബലവും ശക്തിയും ഉണ്ടാവട്ടെ എന്ന് ഈ നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് പിന്നെ ആദരണീയനായ SNDP-യുടെ ജനറൽ സെക്രട്ടറിയെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതായത് ജോർജിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മോഹൻലാലിൻ്റെ ഒരു ആരാധകനാണ്. കാരണം മോഹൻലാൽ ഏത് വശം ചരിച്ചാണ് നടക്കുന്നതറിയാതെ ഞാൻ കുഴഞ്ഞിട്ടുണ്ട്. ആദ്യം 5 വർഷം ഞാൻ ഇടത്തോട്ട് ചരിഞ്ഞിരുന്നു. അപ്പം PC ഓർത്ത് പറഞ്ഞ് വലത്തോട്ടാണ് മോഹൻലാലിന് ചരിവെന്ന്. അപ്പോൾ ഞാൻ ദൈവത്തെ ഓർത്ത് ഞാൻ കണ്ണോടച്ച് വിശ്വസിച്ചിട്ട് ഞാൻ പിന്നെ വലത്തോട്ട് ചരിഞ്ഞ് നോക്കാൻ തുടങ്ങി. എന്നെ വളരെയധികം സന്തോഷിപ്പിക്കാനാണെങ്കിലും ഈ കാര്യം പറഞ്ഞു തന്ന ജോർജിനെ എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ നാട്ടുകാരനായ ചേർത്തലക്കാരനായ ശ്രീ AK ആൻ്റണിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ല, ആൻ്റണി സാറ് കരയുകയാണോ? ഞാൻ കരഞ്ഞല്ല, ഞാൻ സംസാരത്തിൻ്റെ ഒരു ടോൺ പിടിച്ചതാണ്. PC ജോർജിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തേവള്ളിപ്പറമ്പിൽ ജോസഫ് ഇലക്ഷനെ നമുക്ക് ഓർമ്മ.
ബിക്കോസ് ഹി വാസ് എൻ എക്സ്ട്രാ വൺ, ഒരു എല്ലാം കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ ജീവിക്കുന്ന പി സി ജോർജിൻ്റെ എൻ്റെ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. ഹീസ് എ പ്രീസ്റ്റ് ഇൻ ദിസ് ഡെയിലി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരോടും ഞാൻ നന്ദി പറയുക. വരാതറിയൂ, ഒരു നല്ല ദിവസം നമ്മുടെ ഈ കോമഡി ആസ്റ്റേഴ്സിൽ വന്നു. ഇവരൊക്കെ എനിക്ക് വേണ്ടി ആശംസ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. സൂപ്പർ. Thank you, ശരിക്കും ആ ഒരു മൊമെന്റിൽ അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിൽ ഇൻവോൾവ് ആയത് പോലെ തന്നെ ഫീൽ ചെയ്തു. സന്തോഷം. നസീർ എങ്ങനെ ഉണ്ടായിരുന്നു? ഒത്തിരി സന്തോഷം. കാരണം ജോർജ് സാറിൻ്റെ സൗണ്ട് തുടക്കം മുതൽ അവസാനം വരെ അത് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. ഇതേപോലെയുള്ള പല പുതിയ ആശയങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡയലോഗുകളും ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് ഒരു സ്റ്റോറി ലെവലിൽ വരുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്തൊക്കെ ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ശബ്ദങ്ങളൊക്കെ കുറച്ച് മോശമാണെങ്കിൽ പോലും നമ്മളത് വിട്ടുകളയും. കാര്യം അതിനകത്ത് ഹ്യൂമറും കാര്യങ്ങളും ഒക്കെ ആ സബ്ജക്റ്റിൽ നമ്മളിരിക്കും. അതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം നന്നായിരുന്നു. വോയിസൊക്കെ നന്നായിരുന്നു. ഉമ്മൻചാണ്ടി സാറ് നന്നായിരുന്നു. അതുപോലെ എല്ലാ വോയിസുകളും ഞാൻ എടുത്തെടുത്ത് പറയണല്ലോ ഒന്നും നന്നായിരുന്നു. വളരെ മനോഹരമായിട്ട് ചെയ്തു, ഗംഭീരമായിരുന്നു. ഈ പറഞ്ഞതുപോലെ അതിലൊരു പുതുമ തോന്നിയത് ഈ പറഞ്ഞ പോലെ അടുത്തത് ഞാൻ ഇന്നയാളുടെ വോയിസാണ്, അടുത്തത് ഞാൻ ഇന്നയാളുടെ വോയിസാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് പോയി അങ്ങനെ ചെയ്യാണ്ട് ഒരു തീം ഉണ്ടാക്കി, ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കി അതിൽ കൂടെ കണക്ട് ചെയ്ത് പോയി തുടങ്ങി അവസാനിച്ചു. ആ ഒരു സംഭവം നന്നായിട്ട് തോന്നിയിരുന്നു. എല്ലാ വോയിസും ഭയങ്കര നന്നായിട്ട് ചെയ്തു. വളരെ മനോഹരമായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സാധാരണഗതിയിൽ നമ്മൾ ഒരുപാട് നാൾ നമ്മുടെ വീടുകളിൽ കഴിച്ച് ശീലിച്ചിട്ടുള്ള കപ്പയും മത്തിക്കറിയും കുറച്ച് കഞ്ഞിയും ഇത് വിളമ്പുന്ന സാധാരണ പാത്രത്തിൽ വിളമ്പി തന്ന് നമ്മൾ കുടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ പ്ലാവിലിട്ടിട്ട് വരെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന തരത്തിലാണ് കഞ്ഞിയും അങ്ങനെ. പക്ഷേ ഇതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഇത് വളരെ വ്യത്യസ്തമാർന്നിട്ടുള്ള വേറെ പല ഡിസൈനിലുള്ള ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്ന് കുറച്ച് കഞ്ഞിയും അതിന് ഡിസൈൻ ചെയ്തിട്ട് കുറച്ച് മറ്റേ മല്ലിയിലും ഇതൊക്കെ ഇട്ടിട്ട് മത്തി ഫ്രൈ ചെയ്തത്, അതും പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒറ്റ സംഭവമുള്ളൂ, നമ്മൾ എന്ത് കൊടുക്കുന്നു അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനകത്ത് വേറൊരു മാർക്കുണ്ട്. അതിൽ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ വളരെ മിടുക്കനാണ് നിങ്ങൾ. ഒരുപാട് സന്തോഷം. ഈ ദിവസം ഞാൻ ജീവിതത്തിൽ മറക്കില്ല. വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, ഇതൊരു വഴിത്തിരി ടേണിംഗ് പോയിന്റ്. അതെ, ആ ടേണിംഗ് പോയിന്റ് ഉണ്ടാവും ധൈര്യമായിട്ട്. താങ്ക് യു വികാസ്, താങ്ക് യു അനു. അപ്പോൾ താങ്ക് യു സോ മച്ച്. വന്ന് ഇത്രയും നല്ലൊരു ഇനിയും വരണം. ഇനിയും വരണം. അതാണ് ഞങ്ങൾ മെയിനായിട്ട്. ഇനിയും വരണം.